ഹലോ എവ്രി വൺ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ട്ടോ. അപ്പൊ രാവിലെ തന്നെ നമ്മൾ ദേ നല്ല ഒരു അടിപൊളി കോഫിയൊക്കെ കുടിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോ നമുക്കൊരു ഒരാഴ്ചത്തേക്ക് നമുക്ക് ക്ലാസ് ഉണ്ടാവത്തില്ല ട്ടോ. നമ്മുടെ സീനിയേഴ്സിന് എക്സാം ആയതുകൊണ്ട് നമുക്ക് ക്ലാസ് ഇല്ല. അതുകൊണ്ടിട്ട് തന്നെ ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ദേ നേരെ നമ്മുടെ ടെറസിന്റെ പൊക്കത്ത് കുറച്ചേരം വന്നിരിക്കും. പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കും. എൻ്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കംപ്ലീറ്റ് പാടമാണ് ട്ടോ. അപ്പൊ അതുകൊണ്ടിട്ട് ഇങ്ങനെ കുറെ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കോട്ടവായ അല്ല ഇങ്ങനെ പൊക്കത്ത് വന്നിങ്ങനെ വാ പൊളിച്ചോണ്ട് നിക്കും. അതെന്താന്ന് എനിക്കറിയാൻ പാടില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായി നമ്മള് നേരെ നമ്മുടെ പുല്ലേപ്പടിയിലുള്ള സ്ക്രാപ്പിന്റെ ഷോപ്പിലേക്കാണ് വന്നത്. ഇന്ന് നമുക്കിവിടെ ഡൽഹീന്ന് ഒരു കണ്ടെയ്നർ നിറയെ നമുക്ക് പാർട്സ് ആയിട്ടാണ് ട്ടോ വന്നേക്കുന്നത്. കുറേ വണ്ടികളുടെ പാർട്സ് നമുക്ക് എത്തിയിട്ടുണ്ട്. സോ ഇന്നെനിക്കൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു. ഞാനത് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. കാരണം ഏതൊക്കെ വണ്ടിയുടെ പാർട്സ് വന്നിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്കാണ് ട്ടോ വന്നത്. അപ്പൊ ഇത്തവണ നമുക്ക് എസി കംപ്രസറുകൾ, അതുപോലെ തന്നെ ആൾട്ടർനേറ്ററുകൾ, സ്പീഡോമീറ്റർ, ഹെഡ്ലൈറ്റ്, ടെയിൽ ലൈറ്റ്, അതുപോലെ തന്നെ മൊഡ്യൂള്, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ഇസിഎം അങ്ങനെ കുറേ പാർട്സ് ഇത്തവണ നമുക്ക് കണ്ടെയ്നർ നിറച്ച് നമുക്ക് വന്നിട്ടുണ്ട്. പല ആൾക്കാരും പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ കുറേ പേർക്ക് പാർട്സ് കിട്ടിയായിരുന്നു. നമ്മളിപ്പോൾ ഇന്നലെയാണ് ആക്ച്വലി നമുക്ക് ഈ പാർട്സ് എത്തിയത്. നമ്മളിപ്പോൾ ഓരോ ദിവസവും നമ്മളിപ്പോൾ ഇത് സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്ടോ. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾക്ക് അറേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വാഹനങ്ങളുടെ എന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടാത്ത വാഹനങ്ങളുടെയൊക്കെ ടെയിൽ ലൈറ്റ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് ട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഉച്ചക്ക് നമ്മള് ഒരു അടിപൊളി ചൂടുള്ള കഞ്ഞി കുടിക്കാനായിട്ട് പോയി. അടിപൊളി ടേസ്റ്റാണ് ട്ടോ ഇവിടുത്തെ കഞ്ഞി പുല്ലേപ്പടിയിലുള്ളതാണേ. ആകെ ഈ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യലായിട്ടും ഒരു മീൻ വറുത്തത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ കഞ്ഞിയും പയറും പപ്പടവും അച്ചാറൊക്കെയാണ്. പക്ഷെ അടിപൊളിയാണ് ട്ടാ. അത് കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് ദേ ഈ ചേച്ചി എന്നെ കണ്ടിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ അടുത്ത് ചെന്നപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഇന്നപോലെ വീഡിയോസൊക്കെ കാണാറുണ്ട് അടിപൊളിയാണ് ട്ടോ എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ആരെങ്കിലും വന്ന് മിണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് നേരെ സ്ക്രാപ്പിന്റെ ഷോപ്പിലേക്ക് വന്നേ.